ഇന്ത്യക്കാരായ 20,000 പേരെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിലൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇതുവഴി ട്രംപും മോദിയും കൂടെ ഒരു ഇന്ത്യയിലെ ഒരു 2 കോടിയിലധികം വരുന്ന ബംഗ്ലാദേശികളെ ഇവിടുന്ന് തിരിച്ചയക്കാനുള്ള 2 പേരുടെയും കൂടെ ഒരു തന്ത്രമാണോ ഇത്? അതായത് ട്രംപ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ച് നമ്മുടെ ഭയങ്കര സുഹൃത്താണെന്നൊക്കെയാണ്. സത്യത്തിൽ പറഞ്ഞാൽ മോദിയുടെ അടുത്ത സുഹൃത്താണെന്നൊക്കെ പറയാമെങ്കിലും അമേരിക്കയുടേതായ താല്പര്യങ്ങളുണ്ട്. അത് സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ട്, കച്ചവടപരമായ താല്പര്യങ്ങളുണ്ട്, സൈനികപരമായ താല്പര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്കുള്ള സ്നേഹമൊന്നും ഇന്ത്യക്കില്ല. അപ്പം ഇന്ത്യയോടുള്ള ആ മനോഭാവമൊക്കെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏതാണ്ട് 20,000-ഓളം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. ശരിക്കും അതൊരു നല്ല രാഷ്ട്രത്തലവൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ? അതെ അതെ, കാരണം ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവിടുത്തെ രാജ്യത്തെ സമ്പന്നമാക്കണം, അല്ലെ അതിനുള്ള അഭിവൃദ്ധി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പറയുകയാണ് 20,000-ഓളം ഇന്ത്യക്കാർ അനധികൃതമായിട്ട് നിലവിൽ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്, അവരെ മുഴുവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, അതിനെ സംബന്ധിച്ചുള്ള രേഖകളൊക്കെ നിങ്ങൾ ഹാജരാക്കുക, നിങ്ങളുടെ ഈ കൃത്യമായ രേഖകളാണുള്ളതെങ്കിൽ ഞങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടർ വിമാനത്തിൽ വേണമെങ്കിൽ ഈ ഇന്ത്യക്കാരെ മുഴുവൻ നമ്മൾ കൊണ്ടുവരാമെന്ന് പറയുകയാണ്. ഇത് നല്ലൊരു സന്ദേശമാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, അനധികൃതമായി കുടിയേറ്റം നടത്തുന്ന ആളുകളെ മുഴുവൻ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന്. ആ തീരുമാനം, ആ പ്രഖ്യാപനം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മളുടെ അടുത്ത് നേരിട്ട് പറയുന്നു, നമ്മളതിന് വില്ലിങ് ആകുന്നു. നമ്മളിത് വില്ലിങ് ആകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഇന്ത്യക്കാർ സ്വന്തം രാജ്യത്തേക്ക് ഈ പറയുന്ന അനധികൃത പൗരന്മാരെ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും മറ്റു രാജ്യങ്ങൾക്കും അത് അനുസരിക്കേണ്ടി വരും. ഇപ്പോൾ ചൈനയിൽ നിന്ന്, കാനഡയിൽ നിന്ന്, മെക്സിക്കോയിൽ നിന്ന്, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പല മാർഗത്തിലൂടെ അമേരിക്കയിലെത്തുകയും അവിടെ സിറ്റിസണായി മാറുകയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. ഇവരുടെ യഥാർത്ഥത്തിൽ രേഖകളൊന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകളെയൊക്കെ മറ്റ് രാജ്യങ്ങൾക്കും തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ബംഗ്ലാദേശികളായിട്ടുള്ള ഏതാണ്ട് 2 മുതൽ 3 കോടി വരെ ആളുകളുണ്ടെന്നാണ് കണക്ക്. കൃത്യമായിട്ട് ഇവരെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ബംഗ്ലാദേശിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടായ സമയത്ത്, അവിടെ പട്ടിണി ഉണ്ടായ സമയത്ത്, തൊഴിലില്ലായ്മ രൂക്ഷമായപ്പോൾ പലരും നമ്മുടെ അതിർത്തി കടന്നു വരും. ഇപ്പോൾ ആസാം കടന്ന്, അല്ലെങ്കിൽ പിന്നെ ബംഗാൾ കടന്നൊക്കെ വരും. അപ്പോൾ അവിടം ഭരിച്ചിരുന്ന CPM സർക്കാരും പിന്നീട് വന്ന തൃണമൂൽ സർക്കാരും ഇങ്ങനെ കടന്നു വരുന്ന, തൃണമൂൽ കാർഡ് കൊടുത്ത് ഇന്ത്യക്കാരായവരുണ്ട്. അതെ, അങ്ങനെ കടന്നു വരുന്ന ആൾക്കാർക്കെല്ലാം കാർഡ് കൊടുക്കുന്ന ഈ പാർട്ടിക്കാരാ. അവർക്ക് റേഷൻ കാർഡ് കൊടുക്കും, അതുപോലെ തിരിച്ചറിയൽ കാർഡ് കൊടുക്കും, ആധാർ കാർഡ് കൊടുക്കും. അങ്ങനെ അവരെല്ലാം ഇന്ത്യക്കാരാകും. അങ്ങനെ 2-3 കോടി ആളുകൾ ബംഗ്ലാദേശികാരികളായിട്ടുള്ള ഇവിടെ ഉണ്ട്. ഇവരിൽ പലരും ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. അപ്പോൾ ഇവരെ നമുക്ക് കണ്ടുപിടിക്കുക എളുപ്പമല്ല. പക്ഷേ എങ്കിൽ പോലും ഈ ട്രംപ് ചെയ്യുന്നത് പോലെ ഒരു പ്രവൃത്തി ഇന്ത്യക്ക് ചെയ്യാം. അതായത് ഇവിടെ അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളെ മുഴുവൻ നമ്മൾ തിരിച്ചയക്കും. അപ്പോൾ അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നിലവിൽ ബംഗ്ലാദേശുമായിട്ട് നമ്മൾ നല്ല ടേംസിലല്ല, ഒരു ഫ്രണ്ട്ലി കൺട്രി ആണെന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല മുഹമ്മദ് യൂനിസിൻ്റെ പല നിലപാടുകളും നമ്മൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ മുഖം നോക്കാതെ നമ്മൾക്ക് ബംഗ്ലാദേശികൾക്കെതിരെ നടപടിയെടുക്കാം എന്ന് പറഞ്ഞാൽ ഇവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ലോകത്തെ ഒരു രാജ്യവും മനുഷ്യത്വമില്ലായ്മ കാണിച്ചു, ഇത് ശരിയല്ല എന്നും പറഞ്ഞ് നമ്മളെ കുറ്റം പറയാൻ വരില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, അവിടെ അനധികൃതമായി കുടിയേറിയ പലരെയും ഞങ്ങൾ പുറത്തേക്ക് വിടും, 20,000-ഓളം ഇന്ത്യക്കാരുണ്ട്, കൊണ്ടുപോകാമെന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കും. ഇത് ശരിക്കും ഒരു ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ്. കാരണം പല രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി ഇത് കയറിയിരിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് ഇറക്കി വിടാൻ കിട്ടിയ ഒരു അവസരവും കൂടെ ഇത്. അതെ, അങ്ങനെയാണ് അവർ കാണുന്നത്. ഇതിന്റെ അകത്ത് കയറി കലാപം ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം UK നടക്കുന്ന കാര്യങ്ങൾ. അതെ, അത് തന്നെയാണ്. കാരണം അപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ UK ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രവൃത്തിയെ പിന്നീട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അവിടെ അനധികൃതമായി കുടിയേറിയവരെ മുഴുവൻ പുറത്താക്കുന്നു. സ്വാഭാവികമായി ഇന്ത്യയിൽ കുടിയേറിയ ആളുകളെ നമുക്കും പുറത്താക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്തിനാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതെന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ വസ്തുവകളെല്ലാം വിറ്റുപെറുക്കി കുട്ടികളെ എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് വിടും. അപ്പോൾ യങ്സ്റ്റേഴ്സിനെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഓരോ രാജ്യവും അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോൾ അമേരിക്കയിലേക്ക് നമ്മൾ പോകുന്നത് എന്താ, നമ്മുടെ യങ്സ്റ്റേഴ്സിന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ടെക്നിക്കൽ അറിവുണ്ട്, അതുപോലെ തന്നെ അവരുടെ അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ട് അവർ ചൂഷണം ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് നല്ല ശമ്പളം കിട്ടും, നല്ല ലക്ഷൂറിയസ് ലൈഫ് കിട്ടും, ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റും, അതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും ഇവരൊക്കെ തന്നെ ആ നഗരത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരു 2ാം തരം പൗരന്മാർ എന്ന നിലയിൽ അറിയപ്പെടാം. കാരണം ഇപ്പോൾ ഇന്ത്യക്കാർ ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ നിറം വെച്ചിട്ട്, നമ്മുടെ ഒരു സ്വഭാവം വെച്ചിട്ടൊക്കെ തിരിച്ചറിയാൻ പറ്റും. അപ്പം നമ്മൾ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും നമ്മളെ ആ രാജ്യത്തുള്ളവർ ഒരുപക്ഷെ 2ാം തരം പൗരന്മാരായിട്ടാണ് കാണുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുകയാണെങ്കിലോ, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഇവർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഫ്രീ ആയിട്ട് ആളുകളായിട്ട് സംസാരിക്കാം, അത് മതേതരത്വം ആ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന അത്രയും സ്വാതന്ത്ര്യം എന്തായാലും മറ്റൊരു രാജ്യത്ത് ജീവിക്കാൻ ഇവർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ജീവിച്ചുകൂടെ എന്നുള്ള ഒരു നിലപാടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാണ് താല്പര്യം. അപ്പോൾ നമ്മൾ കാനഡയിലേക്ക് പോകും, മെക്സിക്കോയിലേക്ക് പോകും. അവിടെ നിന്നൊക്കെയാണ് പിന്നീട് ഈ നുഴഞ്ഞുകയറ്റം എന്ന
രീതിയിൽ അമേരിക്കയിലേക്ക് ചെല്ലുന്നത്. അപ്പം യൂറോപ്യൻ കൺട്രീസിനൊക്കെ തന്നെ ഇത്തരം നിരവധി ആളുകൾ പല രാജ്യത്തു നിന്നും അമേരിക്കയിലേക്ക് കുടിയേറുന്നു. അങ്ങനെയുള്ളവരെ മുഴുവൻ ഡൊണാൾഡ് ട്രംപ് ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ട്രംപിൻ്റെ തീവ്ര വലതുപക്ഷ നിലപാടാണ് ഇതിനൊരു കാരണം എന്ന് പറയാം. നേരത്തെ എന്ന് പറയാൻ മതേതരത്വം അല്ലെങ്കിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വെസ്റ്റേൺ കൺട്രീസ് ഇരുന്നതെങ്കിൽ ഇപ്പോൾ നിലപാട് മാറ്റി. ഇപ്പോൾ ഇറ്റലിയിൽ തന്നെ ജോർജിയ മെലോനി എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി വരുന്നു. ഒലാഫ് ഷോൾസ് എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിൽ ഭരണാധികാരി വരുന്നു. ഫ്രാൻസിൽ, UK ഇവിടെയൊക്കെ തന്നെ ഈ തീവ്ര വലതുപക്ഷ നിലപാടുള്ള ആളുകൾ വരുമ്പോൾ അവരുടെയൊക്കെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ അനധികൃതമായി കുടിയേറിയ ആളുകളെയൊക്കെ മാറ്റിയിട്ട് അവിടെയുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ അട്ടിമറി ഉണ്ടാവുകയാണ്, രാജ്യങ്ങൾ കലാപങ്ങൾ ഉണ്ടായി. മാത്രമല്ല നമ്മളവിടെ കുടിയേറി എന്താ പറയുക, ജീവിതത്തിലെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ചെല്ലുന്നവർ അത് ആ രാജ്യത്തെ തന്നെ വെട്ടിമുറിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രികളിൽ. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ആ രാജ്യത്തിന് വേണ്ട ഭക്ഷ്യ വിഭവങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല അവരുടെ സാമ്പത്തിക നിലയ്ക്ക് അവരുടെ പിന്നെ എക്കണോമിക് ഗ്രോത്തിന് അതുപോലെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കൊക്കെ ഗുണകരമാകേണ്ട പല കാര്യങ്ങളും നമ്മളുമായി ഷെയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യക്കാരായ ആളുകൾ അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യക്ക് ഉന്നത പദവികളിൽ ജോലി കിട്ടുന്നു. നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരുടെ കഴിവ് കൊണ്ടാണ്. എല്ലാ ഇന്ത്യക്കാരും അങ്ങോട്ട് ചെന്നാൽ വിദേശ രാജ്യങ്ങൾ കിട്ടണമെന്നില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് മിടുക്കരായ വിദ്യാർത്ഥികൾ, മിടുക്കരായ യങ്സ്റ്റേഴ്സ് അവസരം കിട്ടുമ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. ആ രാജ്യങ്ങളിൽ പോയി തങ്ങിയതിന് ശേഷം അവർ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ എന്ത് പറ്റി? സ്വാഭാവികമായും അമേരിക്ക ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, തദ്ദേശീയരായ ആളുകൾക്ക് ലഭിക്കേണ്ട ജോലി, അവസരം ഇതെല്ലാം നഷ്ടപ്പെടുന്നു. പിന്നെ അവർക്ക് അവിടെ നിന്നിട്ട് കാര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തെടുക്കും? നമ്മളുടെ അടുത്ത് ഉള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടാകും. നമ്മളെ അവരൊരു ശത്രുതാ മനോഭാവത്തോടു കൂടി കാണും. നമ്മളെയൊക്കെ അതിനെ അതിജീവിച്ചാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കാലം കഴിയും തോറും നമ്മളെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് പോലും അവർ ആവശ്യപ്പെടും. എന്താണെന്ന് വെച്ചാൽ പണ്ടറിയാലോ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും ഗൾഫിലേക്ക് പോകുമായിരുന്നു. തുടർച്ചയായി നമ്മൾ ഗൾഫിലേക്ക് പോവുകയും നല്ല ജോലികളൊക്കെ നേടിയെടുക്കുകയും വൻതോതിൽ പൈസ സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് പറ്റി? സ്വദേശിവൽക്കരണം വന്നു. അവിടുത്തെ ഉള്ള ആളുകൾക്ക് ഈ നല്ല നല്ല ജോലി കിട്ടും. ഷോപ്പിൽ നിൽക്കുന്നത്, AC-ക്കകത്ത് നിന്ന് ജോലി ചെയ്യാവുന്നത്, ഈ ജോലിയൊക്കെ കിട്ടിയിട്ട് ഹാർഡ് വർക്ക് മാത്രം ഈ ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ കൊടുക്കും. ഇതേ അവസ്ഥ യൂറോപ്യൻ രാജ്യങ്ങളിലും വരും. കാരണം നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് തദ്ദേശീയരായ ആളുകൾക്ക് ജോലി കൂടുതൽ കൊടുക്കണമെന്നൊരു നിലപാട് സ്വീകരിച്ചാൽ എന്ത് പറ്റും? അപ്പോൾ ഇവിടുത്തെ ഗുണം എന്ന് പറയുന്നത് ട്രംപ് പറയുന്നു അനധികൃതമായിട്ട് കുടിയേറിയവരെ പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനും ഇവിടെ കുടിയേറിയ 2-3 കോടി ആളുകളെ നമുക്ക് പുറത്താക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്ന ബംഗ്ലാദേശികൾ പിന്നീട് ബംഗാളികളെന്നോ ആസാമികളെന്നോ ഒക്കെ പേര് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരും. അപ്പോൾ ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നിലവിൽ 5,000 മുതൽ 25,000 രൂപ വരെ ഈടാക്കിക്കൊണ്ട് ഏജൻറ്റുമാരാണ് ഇവർക്ക് ആധാർ കാർഡും പാൻ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡൊക്കെ സംഘടിപ്പിച്ച് നൽകുന്നത്. അങ്ങനെ സംഘടിപ്പിച്ച് നൽകിയാൽ ഇവർ ഇന്ത്യൻ പൗരന്മാരായി. അങ്ങനെ ഇന്ത്യൻ പൗരന്മാരായാൽ ഇവർക്ക് ലോകത്ത് ഏത് രാജ്യത്തും ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് ജോലി നേടാൻ പറ്റും. ഈ ബംഗ്ലാദേശികളുടെ ഏറിയും ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അങ്ങനെയുള്ള ബംഗ്ലാദേശികളെ ഗൾഫ് അടക്കമുള്ള പല രാജ്യങ്ങളും ജോലിക്ക് എടുക്കുന്നില്ല. അവർക്ക് താല്പര്യമില്ല ബംഗ്ലാദേശികളെ. പക്ഷേ ഈ പൈസയൊക്കെ മേടിച്ച് ഏജൻറ്റുമാർ നമ്മുടെ രാജ്യത്തേക്ക് ഇവരെ കൊണ്ടുവരികയും ഇവർക്ക് കാർഡുകളൊക്കെ നൽകുകയും ചെയ്താൽ ഇവർ ഇന്ത്യൻ സിറ്റിസണായി. എന്നിട്ട് ഇവർ ബംഗ്ലാദേശികളല്ല, ഇന്ത്യക്കാരാണെന്ന നിലയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ ജോലി നേടിയെടുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ബംഗ്ലാദേശികൾക്ക് ഭയങ്കര ജോലി താല്പര്യമുള്ളതാണ്. അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് പക്ഷേ ജോലി കിട്ടുന്ന ഇന്ത്യക്കാരുടെ നിലയിലാണ്. അപ്പം നമുക്ക് കിട്ടേണ്ട അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുന്നു. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കേണ്ട വിഭവങ്ങൾ മുഴുവൻ ഇവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യേണ്ടി വരുന്നു. അത് നമുക്ക് നല്ല നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ കുടിയേറിയിരിക്കുന്ന 5-10 പേരെയൊക്കെ തെരഞ്ഞു പിടിക്കും. എന്നിട്ട് ഇവരെ രാജ്യത്തിന് പുറത്തേക്ക് നാട് കടത്തും. അങ്ങനെ ബംഗ്ലാദേശിലേക്ക് 5-10 പേരെ വീതം നാട് കടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവണത കുറച്ച് ഊർജിതമാക്കിയാൽ വൻതോതിൽ ആളുകളെ ഇവിടുന്ന് കടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ബംഗ്ലാദേശിൽ താമസിക്കുന്ന ഏറിയ പങ്കും ബംഗാളിൽ താമസിക്കുന്നവരിൽ ഏറിയ പങ്കും ബംഗ്ലാദേശികളാണെന്ന് മനസ്സിലാവും. ഇപ്പം നമുക്കറിയാം ഇവിടെ ആസാമിലും അതുപോലെ തന്നെ ഒരുപാട് ബംഗ്ലാദേശികളാണ്. അതെ അതെ അതെ. അപ്പം നമ്മളെ ഈ 2ാം തരം പൗരന്മാരൊക്കെ ആയിട്ട് മറ്റ് രാജ്യങ്ങൾ കാണുന്ന പോലെ ബംഗ്ലാദേശികളെ നമ്മൾ 2ാം തരം പൗരന്മാരായിട്ട് കാണണം. അപ്പോൾ 5-10 പേര് എന്നതിന് അപ്പുറത്തേക്ക് മുഴുവൻ ആളുകളെയും നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ രാജ്യാന്തര വേദിയിൽ ഇത് വലിയ ചർച്ചാ വിഷയവും ബംഗ്ലാദേശുമായിട്ട് നമ്മൾ പിണങ്ങിയതുകൊണ്ടാണ് അവരെ അങ്ങോട്ട് വിടുന്നത്. അങ്ങനെയല്ല. ട്രംപിൻ്റെ നിലപാട് ലോകത്ത് തന്നെ ഇനി അനധികൃതമായി കുടിയേറുന്ന ആളുകൾക്ക് ഞങ്ങൾ അംഗീകാരം നൽകില്ല. അധികൃതമായിട്ട് വരുന്നുണ്ടല്ലോ, ഇപ്പം എല്ലാ രേഖകളുമായിട്ട് വരുന്നവർക്ക് അവിടെ താമസിക്കാം, സിറ്റിസൺഷിപ്പ് നൽകും. അങ്ങനെ അല്ലാത്തവരെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം തന്നെ പുറന്തള്ളുകയാണ്. അതിൻ്റെ ഒരു ചുവട് പിടിച്ച് ഇന്ത്യയും പോകുന്നു. അപ്പോൾ ഈ ആളുകൾ ചിന്തിക്കുന്നത് ഇനി മോദിയും ട്രംപും കൂടെ ചേർന്നിട്ട് ബംഗ്ലാദേശികൾക്ക് പണിയെടുക്കുകയാണ്. സത്യത്തിൽ വേണമെങ്കിൽ അങ്ങനെയും പറയാം, അല്ലേ? കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കടന്നു കയറി ഇപ്പോൾ നമുക്ക് അടുത്ത് തന്നെ അറിയാം, ഇത്രയും വലിയ ബോളിവുഡ് ആക്ടറായ സൈഫ് അലി ഖാൻ്റെ വീട്ടിൽ കയറി
പ്രശ്നം ഉണ്ടാക്കിയ ഒരു അതെ അപ്പം ബംഗ്ലാദേശിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കണം. അപ്പോൾ ഇന്ത്യക്കാർ സ്വന്തം രാജ്യത്തേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ തയ്യാറായാൽ നാളെ കാനഡക്കാരും മെക്സിക്കോക്കാരും ചൈനക്കാരും ജപ്പാൻകാരും ഒക്കെ തന്നെ ഇതുപോലെ സ്വന്തം രാജ്യത്തേക്ക് ആളുകളെ കൊണ്ടുപോകണം. കാരണം ഇന്ത്യ ചെയ്തില്ലേ. അപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ഒരു മാതൃക സൃഷ്ടിച്ചു. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളെ പുറത്താക്കുമെന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിട്ടുണ്ട്. 2 മുതൽ 3 കോടി ആൾക്കാർ ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്ക്. ഇതിൽ മുഴുവൻ പേരെയും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ഒരു 50% കണ്ടെത്തി തിരിച്ചയച്ചാലോ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഗുണകരമാകും. നമ്മുടെ വിഭവങ്ങൾ ഒക്കെ ഷെയർ ചെയ്ത് പോകാതിരിക്കാൻ ഗുണകരമാകും. ഇപ്പോൾ പല കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ മുർഷിദാബാദ് ജില്ലയിൽ നിന്നാണ് ഈ കുറ്റവാളികളെല്ലാം ഉള്ളത്. അവിടേക്കാണ് ഈ ബംഗ്ലാദേശികൾ ഏറെയും നുഴഞ്ഞുകയറിയെത്തുന്നത്. അവർക്കാണ് ഏജന്റന്മാർ വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ വ്യാജ കാർഡുകൾ ഉപയോഗിച്ചു. അപ്പോൾ ആ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണം. മാത്രമല്ല ഈ ബംഗാളിലെ തന്നെ കുച്ചുബിഹാർ പോലെയുള്ള മേഖലകളിലേക്കാണ് ഈ നുഴഞ്ഞുകയറ്റം നടക്കുന്നത്. അവിടങ്ങളിലൊക്കെ ഇനി അതിർത്തിയിൽ കർശന പരിശോധന വേണം. അപ്പം മമതാ ബാനർജിയുടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വരും. CPM ഇന്നലകളിൽ ബംഗ്ലാദേശിൽ ആളുകളെ കയറ്റാൻ വേണ്ടി ബംഗാളിൽ നടത്തിയ രാഷ്ട്രീയ കള്ളക്കളികൾ ഇതെല്ലാം പൊളിഞ്ഞു വീഴും. ഇതൊക്കെ സംഭവിക്കട്ടെന്നേ. കാരണം നമ്മുടെ നാട്ടിൽ എന്തിനാണ് അനാവശ്യമായിട്ട് അതൊക്കെ കാരണം ഇവിടെ പണിയെടുക്കുന്നവനും ഏത് രാജ്യത്ത് ഇപ്പം നമ്മൾ മലയാളി ഇന്ത്യക്കാർ തന്നെ അതെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിദേശത്തേക്കുള്ള മലയാളികളായിരിക്കും. ഇവിടുന്ന് എത്രയോ പേര് പോയി ജോലി ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു. നമ്മൾ ജോലി ചെയ്യാൻ പോയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കലാപം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. അപ്പോൾ പാകിസ്ഥാനുകൾ ബംഗ്ലാദേശികൾ അതുപോലെ തന്നെ ശ്രീലങ്കക്കാർ ഇന്ത്യക്കാർ ഇവരെല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇന്ത്യക്കാർക്കാണ് കപ്പാസിറ്റി കൂടുതലും നന്നായി പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇനി വിദേശത്തേക്ക് പോകുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കും. അവരുടെ കഴിവ് മികവൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യവും വലിയ വികാസമൊക്കെ നേടിയേക്കും. പെട്ടെന്ന് വെസ്റ്റേൺ രാജ്യങ്ങളെ പോലെ നമുക്ക് മാറാൻ പറ്റില്ലെങ്കിലും പതിയെ നമ്മൾ മാറും. എന്തായാലും ട്രംപും മോഡിയും കൂടെ ചേർന്നുള്ള ഈ കൈകൊടുപ്പ് എന്തായാലും ബംഗ്ലാദേശികൾക്കുള്ള പണിയാണ് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.